ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഓരോ വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യുമ്പോഴേ നമ്മുടെ ബന്ധുക്കളും ഇപ്പോൾ എൻ്റെ വീട്ടിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡോ മോനോ ചേച്ചിയോ അമ്മയോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു കമൻറ്റ് പറയാറുണ്ട്. നീ എന്തിനാ മറ്റേ വീഡിയോസിലുള്ള അവർ പറയും പോലെ ഹലോ ഫ്രണ്ട്സ്, ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം, മനസ്സിലേക്ക് സ്വാഗതം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നീ അങ്ങ് തുടങ്ങിക്കോ ഡയറക്റ്റായിട്ട് എന്നൊക്കെ പല അഭിപ്രായങ്ങൾ ഓരോരുത്തരും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഈ പഴയ ഒരു സിനിമയിൽ, തമിഴ് സിനിമയിൽ പാർത്ഥിബൻ്റെ നിങ്ങളെല്ലാം കണ്ടിരിക്കും, ഇങ്ങ് നല്ല മീനുകൾ വിற்கപ്പെടും എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ട് വടിവേലൂരിന്ന് മീൻ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് പാർത്ഥിബൻ, നീ ഇവിടെയല്ലേ മീൻ വെക്കുന്നത്, പിന്നെ എന്തിനാണ് ഇങ്കെന്ന് എഴുതിയിരിക്കണമെന്ന് ചോദിക്കും. ഓ ശരിയാണല്ലോ എന്ന് പറഞ്ഞാൽ അയാൾ അതിനെ അങ്ങ് അഴിച്ചു മാറ്റും. അപ്പം നല്ല മീനുകൾ വിൽക്കപ്പെടും എന്ന് പറയുമ്പോൾ അതെന്തിനാ എല്ലാവരും അഴുക്ക മീനാണ് വിൽക്കണത്, നീ മാത്രമേ നല്ല മീനുകൾ വിൽക്കണമെന്ന് ചോദിക്കും. അപ്പോൾ അതും അയാൾ അങ്ങ് അഴിച്ചു മാറ്റും. പിന്നെ മീനുകൾ വിൽക്കപ്പെടും, അത് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു മീനല്ലേ നീ വിൽക്കുന്നത്, പിന്നെ നീ എന്തിനാണ് ഇതിനെ മീനെന്ന് സ്പെഷ്യലായി എഴുതാൻ പോകണമെന്ന് വെക്കും. അതും അയാളങ്ങ് അഴിച്ചു മാറ്റും. ലാസ്റ്റിൽ വിൽക്കപ്പെടും എന്നുള്ളത് മാത്രം കാണും. അതും അയാൾ അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു അയാൾ കടയെ മാറ്റേണ്ടി വരും. ഇപ്പം അതുപോലെയാണ് ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. എനിക്കെൻ്റെ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാനിതൊന്നും നോക്കാതെ എൻ്റേതായ ശൈലിയിലൊന്ന് തുടങ്ങുകയാണ്. ഈ വീഡിയോയുടെ ബാക്കിൽ ഒത്തിരി ഡിസ്റ്റർബ്ഡ് നോയ്സ് ഉണ്ട് കേട്ടോ, ഒന്ന് ക്ഷമിച്ചോളൂ. ഹലോ ഫ്രണ്ട്സ്, രാത്രി നമ്മൾ ടിഫിന് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. യൂഷ്വലായിട്ട് 6 മണിക്ക് മുമ്പ്, അതായത് 5:30 ആകുമ്പോൾ നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് തീർക്കുന്ന പരിപാടിയാണ്. 6 മണിക്ക് ശേഷം ആഹാരം കഴിയില്ല. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് മാറി, മണി 7 ആവാൻ തോന്നുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ആഹാരം കുറച്ച് നേരത്തെ കഴിച്ചു. ഇടയിൽ വിഷ്ണുമായേയും വന്നു, അവക്ക് ദോശ ഇടണമെന്ന് പറഞ്ഞിട്ട്. ശരി, ഞാൻ തട്ടി ഒഴിച്ചു തരാം. നീ തട്ടി അങ്ങനെ മുട്ട നിനക്ക് തട്ടാൻ അറിഞ്ഞൂടാ വിഷ്ണു, അത്ര ഇവിടെ വീഴും വിഷ്ണു. വേണ്ട, അങ്ങനെ വേണ്ട. ഈ നമുക്ക് ഈ ജോലി എളുപ്പത്തിലാക്കാം. വേണ്ട, നീ നെക്സ്റ്റ് ഇയർ ആവുമ്പോ 2 years കൂടെ പോട്ട്, അതിൽ എല്ലാ ജോലിയും ഞാൻ ചെയ്യാൻ പഠിപ്പിക്കാം. വേറെ ഏത് മെത്തേഡ് ഇവിടെ ഒന്നും ആക്കരുത്, എനിക്ക് വേറെ ജോലി ഉണ്ടാക്കരുത്, അത്ര ഞാൻ പറഞ്ഞോളൂ. ഞാൻ ഉപ്പിടുന്നില്ല. ഉപ്പിന് മുട്ടയ്ക്ക് ചെറുതായിട്ടൊരു ഉപ്പ് രസമുണ്ട്. ഉപ്പ് തനിയായിട്ട് ഇടുന്നില്ല, കുറച്ച് പെപ്പർ മാത്രമാണ് കേട്ടോ. സിംബയ്ക്ക് ഇതിനെ കൊണ്ട് വെച്ചു കൊടുക്കണം. ഈ 2 മുട്ട ഓംലെറ്റ് കൊണ്ടൊന്ന് കഴിഞ്ഞാൽ ജോലി തീരും. കഴിവാണ് എന്താ അതിൽ തൊടല്, ആ മുട്ടയിലാവല്ല, സ്പൂൺ തൊടാൻ പാടില്ല. കുറച്ചുകൂടെ ഇടുക, അങ്ങനെ കുറച്ചുകൂടെ ഒക്കെ ഇടാം. നിനക്ക് എന്ത് വിഷ്ണു, ജസ്റ്റ് അല്ല അങ്ങനെ ഇട്. ആ മതി. നീ ഇങ്ങനെ ഷേക്ക് ചെയ്യുമ്പോഴാണ് അത് വെളിയിൽ കളഞ്ഞത്. പെപ്പറിന്റെ ഒക്കെ പ്രൈസ് അറിയാമോ? വേസ്റ്റ് ആക്കാൻ ഇപ്പൊ വേണ്ട, അതിനൊപ്പൊന്നും വേണ്ട. ഇത് ഓഫിലിരിക്കാണ്. പക്ഷെ ആ കല്ലിന്റെ ചൂട് കൊണ്ട് കുറച്ച് വെന്ത് കിട്ടി. അവളെങ്ങനെയോ ഓഫാക്കിയത്, അത് ദോശ തീർന്നപ്പോഴേ ഓഫാക്കിയത്. അപ്പൊ ഇങ്ങനെ ഇന്നത്തെ ഇത്ര തന്നെയാണ് ദോശയും. ആൾക്ക് 2 ദോശ പ്ലസ് 1 എഗ് ഓംലെറ്റ് ഇത്ര തന്നെയാണ്. പിന്നെ പഴങ്ങളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ പിള്ളേർ കഴിച്ചോളൂ. എനിക്ക് ഇത്രയാണ് മതിയാവും. എന്ത് പറയാൻ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക്, അതായത് എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും, സ്റ്റോറി ടെല്ലിങ്. അത് ആക്ച്വലി അത് നടന്ന കഥയാണ് കേട്ടോ. അത് അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ ബന്ധുമ്മയുടെ കുടുംബത്തിൽ. അപ്പോൾ ആ കഥ എല്ലാവരും കണ്ടത്, സ്റ്റോറി, ആ വീഡിയോ എല്ലാവരും കണ്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കുറച്ച് വ്യൂസൊക്കെ ഉണ്ടായിരുന്നു, ഒരു 600 സംതിങ് എന്തോ വ്യൂസൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. നമ്മളത് വീഡിയോസ് ഇത്രയും കിട്ടുന്നത് വലിയ അതിശയമാണ് എനിക്ക് കേട്ടോ. അപ്പൊ അത് ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രേക്ഷകർക്കും കുറച്ച് കാണുന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ടതായിട്ടൊക്കെയുള്ള അഭിപ്രായങ്ങൾ, കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി എനിക്ക് അടുത്തതുപോലൊരു കഥ വേണമെന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലെ ഒരു അയ്യപ്പന്റെ കഥയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊരു അയ്യപ്പന്റെ ക്ഷേത്രമുണ്ട്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കഥയാണ്.
ഇനി ഞാൻ വന്ന് നവംബറിൽ മാലയിട്ടിട്ട് മാർച്ചില് ഞാൻ വന്ന് ശബരിമലയ്ക്ക് പോകും. നവംബറിൽ നവംബറിൽ ഈ നവംബറിൽ മാലയിട്ടിട്ട് എത്ര മാസത്തിന്റെ വ്രതം? ഒരു മണ്ഡലത്തിൽ കൂടുന്നല്ലേ ഇപ്പോഴൊന്നും? എനിക്ക് എനിക്ക് മാല ഇടണം, അത്രേ ഉള്ളൂ. അവിടെ നിറയെ മാല ഉണ്ട്, അതൊക്കെ എടുത്തിട്ടോ. ശബരിമലയ്ക്ക് പോകുന്നത് കറക്റ്റ് ആയിട്ട് ഒരു 41 days അല്ല 46 days ഒരു മണ്ഡലം. ഞാൻ ഒഴിക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഇനി അടുത്തൊരു കഥ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ചെറിയ തിരുത്തങ്ങളൊക്കെ ഉണ്ട്. അതിന് ചേട്ടന്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്. ചേട്ടൻ ബിസിയാണ്, എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല ഇപ്പോഴും. കുറച്ച് തൽക്കാലമായിട്ട് ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. എന്ന് എന്റെ കഥയ്ക്ക് വേണ്ടി ഒരു 1 hour കൂടെ ഇരുന്നാൽ മതിയാവും. അല്ല തിരുത്തങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്ന് കഥ കഥയായിട്ട് മാറുമ്പോൾ പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പിക്ചേഴ്സ് ഒക്കെ കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. വേണ്ട അതിന് വേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പിക്ചേഴ്സും ഒക്കെ ഞാൻ തന്നെ റെഡി ചെയ്യണം. എങ്ങനെയെങ്കിലും കഥ റെഡി ആയി കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും എനിക്കൊരു 10 to 15 days വീണ്ടും വേണം. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ കഥയ്ക്കൊരു ഡോക്ടറിൻ ചെയ്യണമല്ലോ. ആ ഡോക്ടറിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഏട്ടനെ. എങ്ങനെയെങ്കിലും 6 months ബിഫോർ പ്ലാൻ ഇട്ടതാണ്. അപ്പം അതെത്രയും പെട്ടെന്നൊന്ന് വരണം എന്നൊരാഗ്രഹമുണ്ട് എനിക്കത്. സോ വി ആർ വെയിറ്റിംഗ്. ശരി, അപ്പൊ ഇന്നത്തേക്ക് ഇത്ര തന്നെയാണ്. ഞാൻ സിംബയ്ക്ക് കാണിച്ചോളൂ. സിംബയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോവുകയാണ്, അതുകൊണ്ടൊന്ന് കാണിച്ചു. ഫുഡ് ഇടാമോ? ഇപ്പൊ തനു പറഞ്ഞു ഞാനിടാം. ഇല്ല, അത് വൈകുന്നേരം കഴുകി തന്നെ. തൊടല്ല, ആ പ്ലേറ്റിൽ തൊടാതെ ഇടണം. അതിന്റെ സൈഡിൽ ഈ എഗ്ഗും കൂടെ വെച്ചുവിടും. എടി ഇടി, ഇതൊക്കെ നമ്മുടെ പാത്രങ്ങളാണ്, അതിൽ ടച്ച് ആവരുത്. ഒരുത്തി ഫുള്ളായിട്ട് ഇട്ടുവിട്, അത് കഴിച്ചോളും. അവന്റെ ഒരു ആക്രാന്തം. ഈ സിംബയെ നമ്മളിപ്പോൾ വളരെ മിസ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ എടുക്കുന്നത് കുറച്ച് പഴയ വീഡിയോ ആണ്. ഇപ്പോൾ നമ്മളെ കയ്യിൽ ഈ സിംബ ഇല്ല. കാരണം നോക്കാൻ ഉള്ള ഒരു പ്രയാസം തന്നെയാണ്. നമുക്കിതിനു മുമ്പ് ഇങ്ങനെ പെറ്റ്സിനെ നോക്കി ശീലമില്ല ഒന്നാമത്. പിന്നെ ചേട്ടനാണെങ്കിൽ നായയുടെ അടുത്ത് വരികയില്ല. ഞാനും ധനുവും മാത്രം തന്നെയാണ് നോക്കേണ്ടത്. വിഷ്ണുവിന് നല്ല പേടിയാണ്. മാത്രമല്ല ഒരു ദിവസം ധനുവിൻ്റെ കയ്യിൽ അവൻ്റെ കടി വെട്ടു. കടിയെന്നല്ല, സ്ക്രാച്ച് തന്നെയാണ്. ചെറുതായിട്ട് ബ്ലഡ് കണ്ടത് കാരണം അവന് നമ്മൾ റാബിസിൻ്റെ വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ സിംബയ്ക്ക് ഒരു കുഴപ്പമില്ല, എങ്കിലും നമ്മളത് എടുക്കുന്നത് നല്ലതല്ലേ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ. മാത്രമല്ല ഇവിടെ എന്നും നോൺ വെജൊന്നും അങ്ങനെ എന്നും കാണില്ല. അപ്പം സിംബയ്ക്ക് തൈര് ചോറ് കൊടുക്കുന്നത് വളരെ അവന് മടിയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും അവനും നല്ലത് നമുക്ക്, അവനല്ല അവളാണ്, സിംബയ്ക്കും നല്ലത് നമുക്കും നല്ലത് എന്നുള്ളതിൽ നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, അവന് സ്വന്തമായിട്ട് റിസോർട്ടുണ്ട് കേട്ടോ. അപ്പം അവൻ്റെ റിസോർട്ടിലേക്ക് പറഞ്ഞയച്ചു. അവിടെയാണെങ്കിൽ വിശാലമായ സ്ഥലവും അവന് സിംബയ്ക്ക് എത്ര വേണോ ഓടിച്ചാടി നടക്കാം, നല്ല ഫുഡുണ്ടാവും. പുള്ളിക്കാരൻ പറഞ്ഞു 2 നേരവും either ചിക്കനോ മട്ടനോ എന്തെങ്കിലുമൊക്കെ കാണും. പിന്നെ അവന് നല്ല ഇഷ്ടപ്പെട്ടു സിംബയെ കണ്ടപ്പോൾ. അത് കാരണം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെ സിംബയെ കൊണ്ടുവിട്ടതിൻ്റെ അന്ന് എല്ലാവരും, ഞാനും മോനും മോളും ഒക്കെ ഒരു കരച്ചിലായിരുന്നു. ഈ സത്യം അത്രയ്ക്കൊരു അഫെക്ഷനായിപ്പോയി ഈ ചുരുങ്ങിയ, അതായത് 1 മാസം നോക്കി അത്ര തന്നെയാണ്. പിന്നെ ചെറിയ ഒരു മനസ്സിൽ എന്ത് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ വെച്ച് കണ്ടിട്ട് വേറെ ആരെയോ കൈകളിൽ പോവേണ്ടത് നമ്മളിതാ പിടിച്ച് ഇപ്പം നല്ല ഒരു സെക്യൂറായ കൈകളിൽ തന്നെയാണ് ഏൽപ്പിച്ചു എന്നുള്ള ഒരു സമാധാനം. ഇതെന്തോന്നു വേഷം വിഷ്ണു? ആ കറക്റ്റ് നേരെ ഇട്. അല്ല, എൻ്റെ ഫാഷൻ അതല്ല. ശരി, നീ നേരെ ഇട് ഡ്രസ്സിന്. ഇല്ല ഇല്ല, ഇതൊന്നല്ല, ഇത് നാളെ. ഇത് നാളെ നമുക്ക്, ഇന്നിപ്പോ രാത്രി വേണ്ട. ശരി, 1 പീസ് വേണമെങ്കിൽ തരാം. നീ ആൾറെഡി മറ്റേ പഴങ്ങളൊക്കെ കഴിച്ചില്ലേ? പക്ഷെ എനിക്ക് വിശപ്പ്. ഇത് അങ്ങനെയല്ല, ഞാൻ കട്ട് ചെയ്ത് തരാം. വെയിറ്റ് ചെയ്യാം.
അപ്പം എനിക്ക് അമ്മ വന്ന് പൈനാപ്പിൾ കെട്ടി തരണോ? തണുപ്പാണ്, കുറെ കഴിഞ്ഞേ കഴിക്കാവൂ. വരുന്നു. അപ്പം ഇതാണ് പൈനാപ്പിൾ. ഇത് നല്ല പഴുത്ത പൈനാപ്പിൾ ആണ്. ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇരുന്നാൽ മതിയാ പീസ് ചെയ്യണോ? ഇങ്ങനെ പീസ് പീസായിട്ട് ആക്കണോ? റൗണ്ട് ആയിട്ട് ഇരുന്നാൽ മതി. എന്താ പ്ലേറ്റിൽ വെച്ച് കഴിച്ചു. ഹാർട്ട് ഷേപ്പ് പ്ലേറ്റിൽ സർക്കിൾ ഐസ്. സർക്കിൾ ഐസാ? ഹാർട്ട് ഷേപ്പ് പ്ലേറ്റില് സർക്കിൾ ഐസ്. ഓ, 2 കണ്ണു പോലെ. തണുപ്പല്ല? തണുപ്പില്ലേ? സൂപ്പർ. ചിലപ്പോൾ ആ പീസ് അണ്ണന് കൊടുക്കാം, ധനന് കൊടുക്കാം. അതിനിടയിൽ നമ്മുടെ വീട്ടിൽ ഭജനയ്ക്ക് ആൾ വന്നു കേട്ടോ. കാർത്തിക മാസമല്ലേ, ആഴ്ചയിലൊരിക്കൽ ഭജനയ്ക്ക് വരും. അപ്പോൾ അവർ നല്ലൊരു പാട്ടാണ് പാടിയ കേട്ടോ. നമുക്ക് ക്യാമറയിൽ മൈക്ക് ഫിറ്റ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ പാട്ടങ്ങ് മിസ്സായിപ്പോയി. ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ നോക്കട്ടെ. ഇവിടെ വരുന്ന നല്ല സൂപ്പർ പാട്ടാണ് പാടാറുള്ളത് എല്ലാവരും. അപ്പം അങ്ങനെ ഭജനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയി ടിഫിനും കഴിഞ്ഞ് വേറെ ഒന്നുമില്ല, ഇത്ര തന്നെയാണ്. ഞാനും ഇതിലൊരു പീസ് എടുത്തു കേട്ടോ. കൊള്ളാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര തന്നെയാണ്. ഒരു ചെറിയൊരു ഈവനിങ് അല്ല, ഒരു ഡിന്നർ വ്ളോഗ് ഇങ്ങനെ പറയാനാണെങ്കിൽ. അപ്പം നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത് കാണുന്നത്. ബൈ ഫോർ നൗ.